നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ബ്ലാക്ക് മാസും ബ്ലാക്ക് മാജിക്കുമൊക്കെ പ്രബുദ്ധ കേരളം, സാക്ഷര കേരളം എന്നൊക്കെ നാം അഭിമാനിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ പിടിമുറുക്കുകയാണോ? ഏറ്റവും ഒടുവിൽ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു, അരുണാചൽ പ്രദേശിൽ ഒരു ദമ്പതിമാർ ഉൾപ്പെടെ 3 പേർ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ആ മരണത്തിന് പിന്നിൽ ചില നിഗൂഢ ശക്തികൾ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2017 സമാനമായിട്ടുള്ള ഒരു വാർത്തയാണ് തലസ്ഥാന നഗരിയിൽ നിന്നും പുറത്തു വന്നത്. പ്രത്യേകിച്ച് ജിൻസൺ രാജ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും ക്രൂരമായി ഈ ഹോസ്റ്റൽ പ്രൊജക്ഷൻ എന്ന ഓമന പേരിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ മറവിൽ കൊലപ്പെടുത്തിയ ആ ഒരു വാർത്തയും നാം കേട്ടു. എലന്തൂർ നരബലിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നാം ഞെട്ടലോടെയാണ് ശ്രവിച്ചത്. പലപ്പോഴും ഇത്തരം കേസുകളുടെ പിന്നിൽ, അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നവർ അവരുടെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നാം പരിശോധിക്കുമ്പോൾ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്നവരാണ്. പലരും യുവാക്കളാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവജനത ഇത്തരം കറുത്ത ശക്തികളുടെ പിന്നാലെ പായുന്നത്? പലപ്പോഴും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്ന, പച്ചയ്ക്ക് കൊലപാതകം നടക്കുന്ന, വ്യഭിചാരം നടക്കുന്ന ഇത്തരം ബ്ലാക്ക് മാസ് കേന്ദ്രങ്ങൾ കൂണുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പൊട്ടിമുളയ്ക്കുന്നു. പക്ഷേ അതിനെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നതിന്റെ കാരണം എന്തൊക്കെയാണ്? ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സാത്താൻ സേവകർ കേരളത്തിൽ പിടിമുറുക്കുന്നുവോ? ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട് UK നിന്നും, ഒപ്പം ശ്രീ ജെയിംസ് ജോസ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ടോം ഒലിക്കരോട്, നമുക്കറിയാം, ഞെട്ടിക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള പല പൈശാചികമായിട്ടുള്ള പല കൊലപാതകങ്ങളുടെയും വാർത്ത ദിനം പ്രതി നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ച ഒരു 3 ഇൻസിഡന്റ്, പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഇത്തരം ബ്ലാക്ക് മാസ് ശക്തികളുടെ, ബ്ലാക്ക് മാജിക് ശക്തികളുടെ അല്ലെങ്കിൽ സ്വാധീനത്തിൽ പെട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഒട്ടനവധിയാണ്. ഒപ്പം ഈ കൂണ് പോലെ പല ബ്ലാക്ക് മാസ് കേന്ദ്രങ്ങൾ, ഈ ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, മെട്രോ നഗരങ്ങളിൽ പോലും പൊട്ടിമുളച്ചു വരുന്ന ദാരുണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. എന്തുകൊണ്ടാണ് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഉന്നതമായിട്ടുള്ള ചിന്താ നിലവാരം പുലർത്തുന്ന പല യുവാക്കളും ഇത്തരം കറുത്ത ശക്തികളുടെ പിന്നാലെ, ഇത്തരം നെഗറ്റീവ് എനർജിയുടെ പിന്നാലെ പോകുന്നതിന്റെ കാരണം എന്താണ് ഫാദർ ടോം ഒലിക്കരോട്? ജോർജി, നമ്മൾ ഈ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം. കേരളത്തിൽ വളരെ ഹിറ്റായി ഓടിയ ഒരു സിനിമയാണല്ലോ. സത്യത്തിൽ മലയാളികൾ ഇന്ന് ഒരു ഭ്രമയുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈശാചിക സ്വാധീനത്തെയും അല്ലെങ്കിൽ ശക്തികളെയൊക്കെ ആരാധിച്ച് സുഖമോ അധികാരമോ സമ്പത്തോ ഒക്കെ നേടാം എന്നുള്ള ഒരു ഭ്രമം അനേകരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭ്രമയുഗത്തിലെ മലയാളികളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ആശങ്കപ്പെടേണ്ടതും ആകുലപ്പെടേണ്ടതുമായ കാര്യം. നമുക്ക് കറുത്ത കുർബാനയും ബ്ലാക്ക് മാജിക്കുകളും അന്ധവിശ്വാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നിരവധി നാളുകളായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും, ജോർജി ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നമ്മളെയൊക്കെ മനസാക്ഷിയെ പിടിച്ച് കുലുക്കിയ കേരളത്തിലെ പ്രമാദമായ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നന്ദൻകോട്ട് കൂട്ട കൊലപാതകമാണ്. കേഡൽ ജിൻസൺ രാജ് എന്ന് പറയുന്ന മകനാണ് അപ്പനെ, അമ്മയെ, സഹോദരിയും ഒക്കെ വീടിന്റെ ഉള്ളിൽ തന്നെ കൊല്ലുകയും ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായിട്ടാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്ന് പറയും. പിന്നീട് പറവൂര് ഒരു പെൺകുട്ടിയുടെ, നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ദുരൂഹമായ ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകളിൽ സാത്താൻ സേവയുമായി ബന്ധമുണ്ടെന്നുള്ള വാർത്ത വന്നു. അതുപോലെ തന്നെ 2017 കൊല്ലത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സാത്താൻ സേവക്കാരുടെ സ്വാധീന വലയത്തിൽ പെടുകയും പിന്നീട് അവന്റെ വീടിന്റെ സമീപത്ത് തിരുവനന്തപുരത്ത് നിന്ന് കറുത്ത ബുള്ളറ്റിൽ, പിശാജിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഈ ബുള്ളറ്റിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ അർദ്ധരാത്രി വീടിന്റെ പരിസരത്ത് എത്തുന്നതും, ഇങ്ങനെ നിരന്തരമായ മാനസിക പീഡനങ്ങൾക്ക് സമ്മർദ്ദത്തിനൊടുവിൽ ഈ കുട്ടി ഈ വിവരം തുറന്നു പറയുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് അറിയും. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമാദമായ മറ്റൊരു കൂട്ടക്കൊലപാതകമായ കൂടത്തായി കൊലപാതകത്തിന്റെ പിറകിലും ഇങ്ങനെയുള്ള സ്വാധീനമുണ്ടെന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി എലന്തൂർ നരബലി അടക്കം നിരവധി നരബലികളുടെ വാർത്തകൾ നമ്മുടെ, ഇതെല്ലാം ഇങ്ങനെയുള്ള
ബ്ലാക്ക് ശക്തികളുടെ പിറകെയുള്ള ആരാധനയുടെ ഭാഗമാണെന്നുള്ള വാർത്തകൾ വരും. എന്നാൽ നമ്മളിവിടെ വളരെ ആശങ്കയോടെ തിരിച്ചറിയുന്ന ഒരു കാര്യം, ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശികളായ 2 ഡോക്ടർമാർ അരുണാചൽ പ്രദേശിൽ അവരുടെ സുഹൃത്തായ ഒരു വ്യക്തിയെ കൂടി കൂട്ടിക്കൊണ്ടുപോയി മരണപ്പെട്ടതും, സൂര്യകൃഷ്ണമൂർത്തി എന്നറിയപ്പെടുന്ന അവരുടെ ബന്ധു തന്നെ പറയുന്നു, ഇവർ പൈശാചിക സേവയുമായി സാത്താൻ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിപ്പെട്ടത്, അവര് നിരന്തരമായി ഇതിന്റെ പിറകിലാണെന്നുള്ള തെളിവുകളുണ്ട്. ആന്റി ജീസസ് ഗ്രൂപ്പുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആന്റി ജീസസ് ഗ്രൂപ്പുകൾ. അതെ. അപ്പോൾ ഇനി നമുക്കൊരു 2012 മുതൽ നമുക്ക് കൃത്യമായ സൂചനകളുണ്ട്, നമ്മുടെ വൻ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് പൈശാചിക സ്വാധീനമുള്ള സാത്താൻ ആരാധകർ പിടിമുറുക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും അതുപോലെ തന്നെയുള്ള വൻ നഗരങ്ങളിലെല്ലാം ഇവരുടെ ഗ്രൂപ്പുകളുണ്ട്. 2017 ഞാൻ ഓർക്കുന്ന ഒരു വലിയ വാർത്ത വന്നു, കൊച്ചിയിൽ ഒരു ദ്വീപിൽ 1000 കന്യകമാരെ നഗ്നരാക്കി നിർത്തി സാത്താൻ ഗ്രൂപ്പുകാർ ഒരു ഒരു പൂജ നടത്താൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ജൂൺ 13 അങ്ങനെ ഏത് തീയതിയാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് അന്ധവിശ്വാസ നിരോധന നിയമം എന്ന് പറയുന്ന ഒരു നിയമം കൃത്യമായിട്ടുള്ള ഒരു നാട്ടിലാണ്. ഈ പറയുന്ന എല്ലാ അന്ധവിശ്വാസങ്ങൾക്കെതിരെ കൃത്യമായി നടപടികൾ എടുക്കുക. പക്ഷെ പോലീസ് എന്താണ് ചെയ്യുന്നത്? ഇവിടെ നടക്കുന്നത് എന്താണ്? നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം, ഇവിടെ നടക്കുന്നത് ഇതിനെല്ലാം ഇങ്ങനെ ചില റൂമറുകൾ വരുന്നു, പത്രങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അന്വേഷണത്തിൽ ചില സാത്താൻ സേവയുടെ ഗ്രൂപ്പുകൾ ഒക്കെ കിട്ടുന്നു. ഇതിലപ്പുറത്തേക്ക് ഒരു അന്വേഷണം പോയതായിട്ട് നമുക്കൊന്നും അറിയത്തില്ല. ആസ്ട്രൽ പ്രൊജക്ഷന്റെ ജിൻസൺ രാജിന്റേത് വളരെ കൃത്യമായ ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന പൈശാചിക സേവയുടെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് കൃത്യ തെളിവ് കിട്ടിയിട്ട് ഈ ജിൻസൺ രാജിനപ്പുറം ഇയാളെ ഇതിലേക്ക് കൊണ്ടുവന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഗ്രൂപ്പിന്റെ സ്വാധീനം, ഒരന്വേഷണം എവിടെ എത്തുന്നില്ല. പലപ്പോഴും അതൊരു മെന്റൽ ഡിസോർഡർ എന്ന തരത്തിലേക്ക് ഒതുക്കി നിർത്താണ്. അങ്ങനെയാണെങ്കിൽ പോലീസിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഇവർ ഉൾപ്പെടുന്ന ഒരു മാഫിയയുടെ ഭാഗമാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു മാഫിയയുടെ ഒരുമിച്ചുള്ള പരിശ്രമ ഫലമായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആരിലേക്കും എങ്ങോട്ടും അന്വേഷണങ്ങൾ എത്താത്തത്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു അപകടത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ, കുട്ടികളെ, യുവതലമുറയെ ഇവർ അപകടത്തിലേക്ക് തള്ളിയിടുകയാണ്. ഇവിടെ പൈശാചിക ആരാധന എന്ന് പറയുന്നതിൽ നമ്മൾ മലയാളികളെ കുറിച്ച് പ്രബുദ്ധ കേരളം എന്നൊക്കെ ചുമ്മാ പറയാറുണ്ടെങ്കിലും ഈ ഒരു പറച്ചിലിന്റെ അപ്പുറം യാതൊരു യാഥാർത്ഥ്യവും ഇല്ലെന്നുള്ളതാണ്. കേരളം അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിപണിയായിട്ട്, മാർക്കറ്റായിട്ട് മാറുകയാണ്. അപ്പോൾ ചെറുപ്പക്കാരെ മോഹിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്, ഈ യൗവനത്തിലാണ് മനുഷ്യൻ എല്ലാ സുഖങ്ങളും, പ്ലഷർ സീക്കിംഗ്, എല്ലാ സുഖങ്ങളും അന്വേഷിക്കുന്നത്. ഇങ്ങനെയുള്ള ബ്ലാക്ക് സംഘങ്ങൾ ആദ്യം വാഗ്ദാനം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ലോകത്തിന്റെ സുഖങ്ങളാണ്. രണ്ടാമത്, പണവും പദവികളും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കൊല്ലത്ത് നിന്നുള്ള 10ാം ക്ലാസ്സുകാരനായ കുട്ടിയെ തേടി തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു ബുള്ളറ്റിൽ വന്ന കാര്യം പറഞ്ഞു. അവിടെ ഈ കുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് അമേരിക്കയിൽ ഉപരിപഠനം, 1 കോടി രൂപ, പിന്നെ വീട്, കാറ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പിറകിൽ ഇങ്ങനെ മനുഷ്യനെ പണവും പദവികളും സുഖങ്ങളും കാട്ടി മോഹിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ ഒരു ഭ്രമത്തിലാക്കി മഹാദുരിതത്തിലേക്ക് താഴ്ത്തിവിടുകയാണ്. സാത്താൻ നിയന്ത്രണം നടത്തുന്ന സാഹചര്യത്തെക്കുറിച്ച് ഈ ഭ്രമയുഗത്തിന്റെ അർജുൻ അശോകന്റെ കഥാപാത്രം പറയുന്നുണ്ട്, നോക്ക്, ഈ പറമ്പിൽ ഒരു മാവ് പോലും പൂക്കുന്നില്ല. അതായത് പിശാച് ഭരിക്കുന്ന എല്ലായിടത്തും, ഭരണം നടത്തുന്ന എല്ലായിടത്തും മുടിവല്ലാതെ അവിടെ യാതൊരു വളർച്ചയും ഉണ്ടാവുന്നില്ല. ഈ ഒരു അധപ്പതനമാണ് പൈശാചിക ഗ്രൂപ്പുകളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വ്യക്തികൾക്കുണ്ടാവുന്നത്. പക്ഷേ പിശാചിനെ കുറിച്ച് പറയുന്നത് ഈസ് ദ ബെസ്റ്റ് ഡിസെപ്റ്റർ എന്നുള്ളതാണ്. ഏറ്റവും വലിയ വഞ്ചകനാണ്. ഈ ഒരു ഡിസെപ്ഷനിൽ, വഞ്ചനയിലാണ്, പിശാചിന്റെ വഞ്ചനയിലാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ വീണുപോകുന്നത്. അതിന് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, ഒരുപക്ഷെ നമ്മളൊക്കെ പറയുന്ന നമ്മുടെ സംവിധാനങ്ങളൊക്കെ അവരുടെ മുമ്പിൽ നിസ്സാരമായിട്ട് നിൽക്കാവുന്ന ഈ ഗ്രൂപ്പുകൾ വൻ നഗരങ്ങളിൽ പ്രൊഫഷണലുകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇതിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ കൂടോത്ര പരിപാടിയൊന്നുമല്ല. ഇന്ന് സജീവമായിട്ടുള്ള ഇല്ലുമിനാറ്റി, ഫ്രീമേസൺ ഗ്രൂപ്പുകൾ ഇതിനെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന ഈ സാത്താൻ സേവകയുടെ ഒക്കെയും പിറകിൽ നിൽക്കുന്നത് ഈ ഗ്രൂപ്പുകളാണ്. നിർഭാഗ്യമെന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികളെന്ന് അറിയപ്പെടുന്ന സഭാ സംവിധാനങ്ങളിലൊക്കെ ഭാഗമാകുന്ന പലരും രഹസ്യത്തിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ അംഗങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്ന ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ.
അപ്പോൾ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം ചില മേഖലകളിലേക്ക് ഇവർ കടന്നുകയറ്റങ്ങൾ നടത്തുന്നുണ്ട്. ഭരണ കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ട്, നിയമപാലകരിൽ സ്വാധീനമുണ്ട്, പ്രൊഫഷനുകളിൽ ഇവർക്ക് സ്വാധീനമുണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യനെ കുറിച്ച് പറഞ്ഞിരുന്ന ഫ്രീമേസന്റെ ഒരു ലോഡ്ജിന്റെ മുഖ്യ സംഘാടകനായിട്ട് പറഞ്ഞിരുന്ന വാർത്തകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ലോബിയിങ് പൈശാചിക ശക്തികളെ ആരാധിക്കുന്നതിന് പ്രേരണ നൽകുന്നു. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെ, ഫേസ്ബുക്കും ട്വിറ്ററും തുടങ്ങിയ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെ രഹസ്യ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ചെറുപ്പക്കാരെയും കുട്ടികളെയും വഴിതെറ്റിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ നടത്തി അവരെ ഒരു മായ കാഴ്ചയുടെ ലോകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഇനി എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ എത്തുന്നവരൊക്കെയും നിർലോഭമായ മയക്കുമരുന്നിന്റെ വിതരണത്തിൽ, അതിന്റെ രുചിയിൽ അടിമപ്പെടുന്നു. രണ്ടാമത് സെക്സും അതുപോലെ തന്നെ സകല വൈകൃതങ്ങളുടെയും ഒരു കൂത്തരങ്ങായിട്ട് മാറുകയാണ്. അപ്പോൾ തികഞ്ഞ സാമൂഹ്യ വിരുദ്ധതയും സദാചാര വിരുദ്ധതയും നിറഞ്ഞ ഇങ്ങനെയുള്ള പൈശാചിക സംഘങ്ങളും അവരുടെ ശ്രമങ്ങളും നമ്മുടെ കൺമുമ്പിൽ ഒരു യാഥാർത്ഥ്യം പോലെ ഉണ്ടായിട്ടും അതിനെ പ്രതിരോധിക്കാനോ യുവതലമുറയെ വരാനിരിക്കുന്ന വലിയ വിപത്തുകളിൽ നിന്ന് സാമൂഹ്യ വിരുദ്ധരും അരാജകവാദികളും സദാചാര ബോധമില്ലാത്തവരും നേട്ടത്തിനും സുഖത്തിനും വേണ്ടി എന്ത് ദുഷ്ടത്തരം ചെയ്യാൻ മടിയില്ലാത്ത വിധം മനസ്സിനെ ക്രൂരമാക്കുന്ന ഒരു തലമുറ വളർന്നു വന്നാൽ നമ്മുടെ നാടിന് തന്നെ, രാജ്യത്തിന് തന്നെ, സമൂഹത്തിന് തന്നെ നിലനിൽപ്പില്ലെന്നും കൺമുമ്പിൽ പകൽ പോലെ നമുക്കറിയാം. എന്നിട്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇതിനെതിരെ കൃത്യമായി നടപടികൾ എടുക്കേണ്ടവർ മൗനം പാലിക്കുകയോ അത് കാണാത്ത പോലെ നിൽക്കുകയോ മൗനം കൊണ്ട് ഇതിനൊക്കെയും ഒത്താശ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതുകൊണ്ട് ഭ്രമയുഗത്തിൽ ജീവിക്കുന്ന മലയാളി ഒരു വലിയ തകർച്ചയുടെ വിളിമ്പിലാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ജാഗ്രതയും ബോധവൽക്കരണവും കർശന നടപടികളും കൊണ്ട് മാത്രമേ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. വ്യക്തമാണ്. ശ്രീ ജെയിംസ് ജോസ്, പ്രത്യേകിച്ച് അച്ഛൻ അതിന്റെ തുടക്കത്തിൽ തന്നെ ഈ പ്രത്യേകിച്ച് ഇത്തരം നിഗൂഢ ശക്തികളുടെ ഒരു തന്ത്രങ്ങൾ, അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ അച്ഛൻ പറയുകയുണ്ടായി. പലപ്പോഴും ഞാൻ ഇൻട്രോയിലും സൂചിപ്പിച്ചതുപോലെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അത്തരം അരാജകത്വം നിറഞ്ഞ പ്രവർത്തികളാണ് ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ അരങ്ങേറുന്നത്. ഈ ബ്ലാക്ക് മാസ് കേന്ദ്രങ്ങൾ, ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങൾ, ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ, പ്രകൃതി വിരുദ്ധ ലൈംഗിക വേഴ്ചകൾ, അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്ന്, അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഒരു നെഗറ്റീവ് ഫോഴ്സ്, ഈ നെഗറ്റീവ് ഫോഴ്സിലേക്ക് എങ്ങനെയാണ് ഇവർ കൃത്യമായിട്ടുള്ളൊരു ആത്മീയ അന്തരീക്ഷത്തിലും ഒക്കെ അല്ലെങ്കിൽ ഒരു നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിലൊക്കെ വളർന്നു വരുന്ന യുവതലമുറയെ എങ്ങനെയാണ് ഈ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫോഴ്സിലേക്ക് ഇവർ അട്രാക്റ്റഡ് ആക്കുന്നത്? മറ്റൊരു ചോദ്യം കൂടി, മാത്രമല്ല ഇത്തരം കെണികളിൽ പെട്ടുകഴിഞ്ഞാൽ ഇവർ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്ത ഫലങ്ങൾ എന്തൊക്കെയാണ്? അത്തരത്തിൽ ഏതെങ്കിലും ഒരു അനുഭവങ്ങൾ അങ്ങേക്ക് പങ്കുവെക്കാനുണ്ടോ ശ്രീ ജെയിംസ് ജോസ്? അച്ഛൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറയാനിരുന്ന കുറെ കാര്യങ്ങൾ അച്ഛൻ സ്പെസിഫൈ ചെയ്ത് പോകുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമാകും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉൾപ്പെടുന്ന എന്റെ സഭയില് ഇത്തരത്തിൽ ജ്ഞാനമുള്ള വൈദികർ ഉള്ളത് തന്നെ ഒരു പ്രത്യാശയുടെ തുരുത്ത് ഇപ്പോഴും അവശേഷിപ്പിക്കുന്നുണ്ടെന്ന് പറയും. കാരണം വർഷങ്ങളായിട്ട് ഫാമിലി അപ്പോസ്റ്റലേറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സോസിസം മിനിസ്ട്രിയുടെ ഒരു ചെറിയ ഭാഗമൊക്കെ ആയി സമയത്ത് യുവജനങ്ങളുമായൊക്കെ ആയിട്ട് ഇടപെടാനായിട്ട് വളരെയധികം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് മാസ്, സാത്താൻ സേവ, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ജോർജ് പറഞ്ഞതുപോലെ, അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു അല്ലേ? ആ നെഗറ്റീവ് എനർജി അഥവാ അന്ധകാര ശക്തി, ഒരു നെഗറ്റീവ് എനർജി. എനിക്ക് പറയാനുള്ളത്, ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമുക്കാണ്. അതായത് യഥാർത്ഥ ശക്തി എന്നത് തിരിച്ചറിഞ്ഞവന് മാത്രമേ, അല്ലെങ്കിൽ യഥാർത്ഥ സത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞവന് മാത്രമേ ഈ അന്ധകാര ശക്തി നെഗറ്റീവ് എനർജിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അവർക്കതൊരു നെഗറ്റീവ് എനർജി അല്ല. അവർക്ക് ഇതൊരു ടൈപ്പ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു പവറാണ്, പല ഭൗതിക നേട്ടങ്ങൾ കൊടുക്കുന്ന പവറാണ്, സമൂഹത്തിൽ അവർക്ക് കുറെ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന പവറാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു എനർജി അവർക്കത് പ്രാപ്യമാണെങ്കിൽ പലരും ഇത് ചൂസ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം
മനുഷ്യന്റെ ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്നാണല്ലോ നമ്മളുടെ തിരുവചനത്തിൽ പോലും പറയുന്നത്. അപ്പോ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ആ ഒരു ചിന്ത നമുക്കാണ്, അല്ലാതെ എല്ലാവർക്കും നെഗറ്റീവ് എനർജി അല്ല. അപ്പൊ അവർ ആ ട്രാക്കിൽ പോയി പെട്ടതിന് ശേഷം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത് പോലെ ആ ട്രാപ്പിൽ ഉൾപ്പെട്ടതിന് ശേഷം അവർ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളാണ് ഇവർ ഏത് എനർജിയിലാണ് പോയി പെട്ടത് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോയതിനു ശേഷം അവരുടെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് പോയിട്ട് ഇവരെല്ലാ തരത്തിലുള്ള ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് പോയി അവസാനം സൂയിസൈഡ് ചെയ്യുകയോ മറ്റുള്ളവരെ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് ആണ്. നേരെ മറിച്ച് അവർക്ക് തിന്മ ചെയ്യുക, മറ്റൊരുവന്റെ ജീവൻ എടുക്കുക, മറ്റൊരുവനെ ഉപദ്രവിക്കുക, അവസാനം നീ തന്നെ ആത്മഹത്യ ചെയ്ത് ജീവൻ വെടിയുക, ഇതൊക്കെ ഒരു തരം എന്താ പറയാ സാക്രിഫൈസ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് സംഭവിച്ച അരുണാചലിലെ കേസ്, അവർക്കിത് അന്യഗ്രഹത്തിൽ പോയി ഒരു പുതിയ ഇൻകാർണേഷൻ, ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവിലേക്കാണ് അവർ പോയത്. അവരുടെ നോളജിൽ ഇതൊരു തെറ്റല്ല. അവര് നോക്കുമ്പോ ഇവിടെ ജീവിക്കാൻ പോലും പറ്റിയല്ല, ഇപ്പത്തെ അവസ്ഥയില് ഇവിടെ ജീവിക്കാൻ മേല, ഇവിടെ ജോലി ചെയ്താൽ കാശില്ല, പട്ടിണിയും പരിവട്ടവും ഒക്കെയാണ്. അപ്പൊ ഇവർക്ക് കിട്ടേണ്ട പ്രഷറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വേറെ ഏതോ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയാൽ എനിക്കിതെല്ലാം കിട്ടുമെന്നുള്ളൊരു ചിന്തയില് അവര് തെരഞ്ഞെടുത്ത ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അവര് തെരഞ്ഞെടുത്ത ഒരു സെക്റ്റാണ്, അല്ലെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലാണ് അവർ പോയിരിക്കുന്നത്. ശ്രീ ജെയിംസ് ജോസ്, ഞാനൊന്ന് ഇടപെട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു ലോജിക്കും ഇല്ലാത്ത, ഇപ്പൊ അങ്ങ് പറഞ്ഞു അവരുടെ ദൃഷ്ടിയിൽ അത് അത്തരത്തിലുള്ള ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ കാണുന്നത്. പക്ഷെ ഒരു ലോജിക് ഇല്ലാത്ത ഇത്തരം ഇപ്പൊ അന്യഗ്രഹത്തിൽ പോവുക, ഇപ്പം ട്രിവാൻഡ്രത്തെ നന്ദഗോഡ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ ആസ്ട്രൽ പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ നരബലി, ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ലോജിക് ഇല്ലാത്ത ഇത്തരം ധാർമ്മികമായി അധപതിച്ച ഇത്തരം ചിന്തകൾ എങ്ങനെയാണ് ഒരു മനുഷ്യ മസ്തിഷ്കത്തെ ഇത്തരത്തിൽ ഇവർക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നത്? ശ്രീ ജെയിംസ് ജോസ്. ഞാൻ പറഞ്ഞത്, ഈ ലോജിക് ഇല്ല എന്ന് പറയുന്ന ആർക്കാണ്? ലോജിക് ഇല്ലാത്തത് ലോജിക് ആയിട്ട് ചിന്തിക്കുന്നവർക്കും ജ്ഞാനം കിട്ടിയവനുമാണ് ഇത് ലോജിക് അല്ലാത്തത്, ലോജിക് അല്ല എന്ന് മനസ്സിലാവുള്ളൂ. അന്ധകാരം നിറഞ്ഞ ഒരു ബ്രെയിൻ, മസ്തിഷ്കം, അതിൽപ്പെട്ടവൻ ഇത് ലോജിക് അല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ലോജിക് അല്ലാത്ത എത്രയോ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്നു. അതെല്ലാം തടയണമെന്ന് പറഞ്ഞാൽ ഈ ലോജിക്ക് എന്ന് പറയുന്നതിനോട് ചിലപ്പോ നിരീശ്വരവാദിക്ക് ദൈവവിശ്വാസം ലോജിക്ക് ഇല്ലാത്തതാണ്. അവര് പറയുമ്പോൾ നമുക്കത് ലോജിക്കുള്ളതാണ്. ഇനി അതിനോട് അവരുടെ ആ ഒരു ഏർപ്പാടിനോട്, അതല്ലെങ്കിൽ ഇതിനകത്ത് പോയി വീഴുന്ന ആളുകളോട്, അന്ധകാര ശക്തികളെ ആരാധിക്കുന്നവർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിനകത്ത് അന്ധകാര ശക്തികളെ ആരാധിക്കുന്നവർ മാത്രമൊന്നും അല്ല പോയി വീഴുന്നത്. നമുക്ക് എന്റെ സ്വന്തം കുടുംബം എനിക്ക് നന്നാക്കാൻ സാധിക്കാതെ ഞാൻ അയലോക്കത്തെ കുടുംബത്തെ നന്നാക്കാൻ പോകുന്നതിനെ പറ്റി നമ്മൾ വ്യാകുലപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ശരിയല്ലാത്ത ഒരു നടപടിയാണ്. എന്ന് പറഞ്ഞാൽ എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോൾ പറയേണ്ട ചില ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയാം. ഇപ്പോ ക്രിസ്തു നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത് ലോകത്തിന്റെ ഉപ്പും പ്രകാശവും ഒക്കെ ആയി നിൽക്കാനാണ്. അപ്പൊ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മറ്റൊരുവന് ഒരു സങ്കല്പമുണ്ട്, അവന് കാണുന്ന ഒരു ചിന്തയുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ, അച്ഛനെ പോയി തൊടുന്നതിന് ഒരു ക്രിസ്ത്യാനിയെ തൊട്ടാൽ മതി, എനിക്ക് എന്തോ ഒരു പവർ കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ കാരണന്മാർ വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോ നല്ല ജീവിതം നയിക്കണം എന്ന് പറഞ്ഞ് കൽപ്പനകളും തന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി കൃത്യമായ ബോധ്യങ്ങൾ തന്ന് നമ്മൾ വിശ്വസിക്കുന്നവനാണല്ലോ ദൈവമുള്ളൂ. ഇനി ചിലരിപ്പോ അല്ലാത്തവർ ചോദിക്കും, ഈ പറഞ്ഞ പോലെ സാത്താനുണ്ടോ? അതൊക്കെ ചുമ്മാ. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നീ സാത്താനിൽ വിശ്വസിച്ചിരിക്കണം. ദൈവത്തിൽ നിനക്ക് സാത്താനിൽ നിനക്ക് വിശ്വാസമില്ല, ദൈവത്തിലാണ് എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് കപടതയാണ്. കാരണം ദൈവമുണ്ടെങ്കിൽ സാത്താനുണ്ട്, അല്ലെങ്കിൽ പിന്നെ ബൈബിളിൽ നമ്മളിപ്പോ വിശ്വസിക്കുന്നതിൽ പോലും അടിസ്ഥാനമില്ല. സാത്താൻ ഇല്ല എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്ന സഭാ നേതൃത്വങ്ങൾ ഉൾപ്പെടെയുണ്ട്, സഭാ അംഗങ്ങളുണ്ട്. അച്ഛൻ മുമ്പേ പറഞ്ഞ ചില കാര്യങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാത്താൻ സഭയുടെ ആരാധന നടക്കുന്നത് എന്ന് പറഞ്ഞ് ചുമ്മാ ആരോപണം പോരല്ലോ. സത്യത്തിൽ ഇതിനെപ്പറ്റി നമ്മൾ എൻക്വയറി ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അത്ര ത്രട്ടുള്ള കേസാണ്.
അത്രയും ത്രെട്ടുള്ള കേസാണ്. എന്നിട്ട് അത് വകവയ്ക്കാതെ നമ്മൾ ഇതിനെപ്പറ്റി പോയി പഠിച്ച് ചില തെളിവുകൾ ശേഖരിച്ചെടുത്തുകൊണ്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ കൊടുത്തു കഴിയുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് വെച്ച് നമ്മൾ നോക്കിയാൽ ഉത്തരവാദിത്ത ബോധം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഭവനങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഏത് സാത്താനാരാധകരും ഇപ്പോ അല്പം മുമ്പ് പറഞ്ഞു ആന്റി ജീസസ് ഗ്രൂപ്പുകളാണ്. എന്താണ് എല്ലാം ഈ ആന്റി ജീസസിലോട്ട് വരുന്നത്? വേറെ എത്രയോ മതവിഭാഗങ്ങളുടെ ദൈവിക നാമങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് എന്ത് ചെയ്ത് കണക്ട് ആവാത്തത്? എല്ലാവർക്കും ആന്റി ജീസസ്, ഈ നിഗൂഢമായിട്ടുള്ള പൈശാചിക ആരാധനയെ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സംസാരിക്കുന്നിടത്ത് ആന്റി ജീസസ് ആണ് വേണ്ടത്. അവിടെയാണ് നമ്മൾ കൂടുതൽ ഉണരേണ്ടത്, ക്രിസ്ത്യാനി കൂടുതൽ ഉണരേണ്ടത്. എവിടെയാണോ ഒരു സാത്താൻ ആരാധകന്റെ സ്ഥാപനം ഉള്ളത്, ഞാൻ നേരെ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, എവിടെയാണോ പരിശുദ്ധ കുർബാന കരങ്ങളിൽ അൽമായർക്ക് ഒക്കെ വിതരണം ചെയ്യുന്നത്, അങ്ങനെയുള്ള പള്ളികൾക്ക് 4 മുതൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സാത്താൻ ആരാധകരുടെ ആരാധനാലയം ഉണ്ട് എന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണ്ടെത്തിയതാണ്. അപ്പോൾ അതിന് ആദ്യം ഒരു പ്രതിവിധി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഈസി ആയിട്ട് ഈ സാധനം കിട്ടാൻ ഉള്ള ആ മാർഗങ്ങൾ നമ്മളായിട്ട് തന്നെ അടയ്ക്കുക. ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലോട്ട് കള്ളം കയറി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൻ്റെ ഒരു താഴും താക്കോലും വെച്ച് പെര പൂട്ടിയിട്ടിട്ട് കിടക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകാതിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കും. ആ ഒരു നിലവാരം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മെഷേഴ്സ് നമ്മൾ എടുക്കണം. പിന്നെ ഭരണാധികാരികളെ പറ്റി അച്ഛൻ പറഞ്ഞത്, ഭരണാധികാരികൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ലോജിക്കുള്ളവരും അല്ലെങ്കിൽ നന്മയുടെ പ്രതിരൂപങ്ങളായിട്ട് കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊള്ളുന്ന ഭരണാധികാരികളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ അനുഗ്രഹീതമായിരുന്നു. ഭരണാധികാരികളെ ഒന്നും അടച്ചാക്ഷേപിക്കുകയല്ല. അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അവർക്ക് അവരുടേതായ ഗ്രൂപ്പുകളിലെ ബാന്ധവങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ പറഞ്ഞതുപോലെ പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടെ ഉള്ള ആൾക്കാരാണ് ഈ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ അച്ഛൻ പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ പോയിട്ട് ചിലപ്പോൾ ജോർജ് ചോദിച്ച മറ്റൊരു ചോദ്യം, അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരാം? ഈ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. തിരിച്ചു വരും. കാരണം ദൈവം ഒരാളെയും അങ്ങനെ അത്ര അങ്ങോട്ട് നമ്മളുടെ ഉള്ളില് വില്ലിങ് ആയിട്ട് പോയി നശിക്കണമെന്ന് ആഗ്രഹിച്ച് പോകുന്ന കേസല്ലാത്തതൊക്കെ ഒരു സമയത്ത് തിരിച്ചു വരും. നമ്മുടെ കയ്യിലിരിക്കുന്ന റബ്ബർ പന്ത് നമ്മുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എറിയുമ്പം അത് ഭിത്തിയിലേക്ക് വലിച്ചെറിയണം. അവിടെ കൊണ്ടതിന് ശേഷമേ നമ്മുടെ അടുത്തോട്ട് തിരിച്ചു വരത്തുള്ളൂ. കൊള്ളാൻ അനുവദിക്കാന്നുള്ളൂ. ചിലത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്തത് ചെന്ന് കൊണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം സംഘങ്ങളിൽ ഇവർ ചെന്ന് പെട്ട് കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രാപ്പിംഗ് ഇത്തരത്തിലുള്ള ഒരു നിഗൂഢ സംഘങ്ങൾ നടത്തുന്നുണ്ടോ? ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഒരു ആത്മീയമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സ്പിരിച്വൽ പവർ വളരെ ഉന്നതമാണ്. പക്ഷേ പലപ്പോഴും പലർക്കും ഇതിൽ നിന്നും പിന്മാറാൻ സാധിക്കുന്നില്ല. അത് ഏതെങ്കിലും തരത്തിലൊരു ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഒരു ട്രാപ്പിംഗ് ഇവർ നടത്തുന്നുണ്ടോ? ഇത്തരത്തിലുള്ള നിഗൂഢ സംഘങ്ങൾ നടത്തുന്നുണ്ടോ ശ്രീ ജെയിംസ്? ട്രാപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം അവരവിടെ ചെയ്യുന്നത് ഏതായാലും സമൂഹത്തില് എല്ലാവരും വളരെ ഹാപ്പിയോടുകൂടി വെൽക്കം ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല ടൈപ്പുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പബ്ലിഷ് ചെയ്ത് വ്യക്തിഹത്യ എന്നുള്ള രീതിയിലൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അത് അങ്ങനെ ചെയ്യാതിരുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്കകത്തും ചെന്നതിന് ശേഷം ഇവരെ ട്രാപ്പിൽപ്പെടുത്തുന്നത്, ഇപ്പോ ഇതെല്ലാം ഓരോ ട്രാപ്പാണ്. നിങ്ങൾ ഒരു തവണ അത് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, സെക്സുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ഈ നഗ്നപൂജ എന്ന് പറയുന്ന സംഭവം, അത് തിരുവോസ്തി ഈ സ്ത്രീകൾ നേക്കഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ബോഡിയിൽ കയറ്റി വഹിച്ചിട്ട് ആരാധന നടത്തുന്നത്. അത് ആരാധന എന്നൊക്കെ അവർ പറയുന്നു, നമുക്കത് ആരാധന ഒന്നുമല്ല, അവരുടെ ഒരു പേക്കൂത്ത്, അത്രേ ഉള്ളൂ. അതിപ്പോ ഇത് മാത്രമായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ചെന്ന് പെട്ട ഒരാള് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല. പ്രത്യേകിച്ചും ലേഡീസ്. നമ്മൾ കൗൺസിലിംഗ്, അതായത് ഈ യുവജനങ്ങളുടെ കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ വരുന്ന സമയത്താണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലു വന്നിട്ട് പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ചില ലേഡീസ് ആയിട്ടുള്ള പെൺകുട്ടികളെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പരിധി വരുമ്പോൾ നമ്മൾ കന്യാസ്ത്രീകളുടെ അടുത്തേക്കൊക്കെ പറഞ്ഞു വിടും ചില കാര്യങ്ങൾ.
അപ്പൊ അവിടെ പറഞ്ഞു വിട്ട് അതിനുശേഷം കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് ഇവരിങ്ങനെ പോയതിനു ശേഷം ഇവരെ ട്രാപ്പിൽപ്പെടുത്തിയതിനു ശേഷം ഇവരെ ഫോളോ അപ്പ് ചെയ്യുവാണ്. അത് ഒരാളെ കൊണ്ടൊന്നുമല്ല, വീണ്ടും 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 ഫോളോ അപ്പ് ചെയ്യാണ്. പ്ലസ് ഒരു തിരുവോസ്തി മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ എനിക്ക് 15,000 രൂപ തന്നു എന്ന് പറഞ്ഞ് ആ കുട്ടി നടത്തുന്ന കൺഫെഷൻ അല്ല, കുമ്പസാര രഹസ്യമല്ല, കൺഫെഷൻ അല്ല, അത് എനിക്ക് 15,000 രൂപ കിട്ടിയെന്ന്. അപ്പൊ ആൾക്കാർ കളിയാക്കി പറയുന്നവർ പറയും, എടാ 15,000 രൂപ കിട്ടുവാണെങ്കിൽ ഈ സാധനം കുറെ മേടിച്ചുകൊണ്ട് കൊടുക്കാലോ. നമ്മൾ അവിടെയാണ് തെറ്റ്. അവർക്ക് വാഴ്ത്തിയ തിരുവോസ്തി മതി, കൃത്യമായിട്ട് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലെ? കൃത്യമായി അവർക്ക് നമ്മൾ ഈ സഭയിലുള്ള നമ്മള് സഭാമക്കൾക്കോ എന്തിനേറെ പട്ടം കിട്ടിയ ചില പുരോഹിതർക്ക് പോലും സാധാരണഗതിയിൽ കിട്ടിയിരിക്കുന്ന തിരുവോസ്തിയും ഈശോയുടെ തിരുശരീരമായിട്ട് കുർബാനയിൽ രൂപാന്തരം പ്രാപിച്ച തിരുവോസ്തിയും കൂടെ ഒന്നിച്ചു വെച്ചാൽ അത് തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയൊക്കെ പരിതാപകരമാണെന്നേ പറയാൻ പറ്റൂ. എന്നാൽ അവൻ അത് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ദാവീദിന്റെ പുത്ര, ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് വേറെ ആരും തിരിച്ചറിയാതിരുന്നപ്പോ അവൻ അറിഞ്ഞത്. അപ്പൊ അവൻ നിസ്സാരക്കാരനല്ല, അവനെ നിസ്സാരണക്കാരനാണ് എന്ന് ചിന്തിക്കുന്നതാണ് തെറ്റ്. അതിന്റെ അർത്ഥം വിശ്വാസം ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാവോ, ഈ 21-ാം നൂറ്റാണ്ടിലല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതേ പറയാനുള്ളൂ. അത് വ്യക്തമാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പൈസയൊക്കെ കൊടുത്ത് ഈ കുട്ടികളെ ഇതിലേക്ക് ട്രാപ്പിൽ പെടുത്തണമെങ്കിൽ ഇത്തരം ബ്ലാക്ക് മാസ് സംഘങ്ങളുടെ പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു ഫണ്ടിങ്, അത് ഇപ്പം ഇന്ത്യയുടെ ഉള്ളിൽ നിന്ന് മാത്രമായിരിക്കില്ല, ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഫണ്ടിങ് ഒക്കെ ഇതിന് പിന്നിൽ നടക്കാനുള്ള ഒരു സാധ്യതയില്ലേ ശ്രീ ജെയിംസ്? ഉറപ്പല്ലേ, ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ പലരും പലതും തുറന്നു പറയാൻ വിമുഖത കാണിക്കുന്നത്. ബാക്കി എന്തൊക്കെ പറഞ്ഞാലും, ഏത് രക്തസാക്ഷിത്വം വഹിക്കണം എന്ന് പറഞ്ഞാലും, ഇപ്പോ ഒരു പൗരോഹിത്യത്തിൽ നിൽക്കുന്ന ഇപ്പൊ ടോമച്ചനാണെങ്കിൽ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് നാളെ ടോമച്ചൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ ടോമച്ചനെ ഒരു വണക്കം തന്ന് ഞങ്ങളുടെ സഭയിലെ രക്തസാക്ഷിയായി മാറി അച്ഛനെ ഞങ്ങൾ നേരെ മറിച്ച് ഒരു കുടുംബസ്ഥനായിട്ടിരിക്കുന്ന ഒരുവന് അവന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്, അവരും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ്. ലാസ്റ്റ് ഇവരെല്ലാരും കൂടെ പറയും ആ കുടുംബം മുഴുവൻ മുടിച്ചത് കളിച്ചെന്ന് പറഞ്ഞു. അപ്പോ ഫൈറ്റ് ചെയ്യേണ്ടത്, അന്ധകാര ശക്തികളോട് ഫൈറ്റ് ചെയ്യേണ്ടത് അത്ര ഓപ്പൺ ആണ് എന്ന് പറഞ്ഞ് ചെയ്യുന്നതിൽ ഭീരുത്വം കൊണ്ടല്ല പിന്മാറി നിൽക്കുന്നത്, വിവേകം കൊണ്ടും കൂടിയാണ്. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകി കൂടി ആവണം എന്നാണല്ലോ പറഞ്ഞത്. പ്രാവിനെ പോലെ നിഷ്കളങ്കരായാൽ മാത്രം പോരല്ലോ. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. എന്നാൽ പ്രാർത്ഥനയും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന കുടുംബങ്ങളെ ഒന്നും, അതായത് കൗദാശിക ജീവിതത്തിൽ പ്രോപ്പർ ആയിട്ടൊക്കെ പൊക്കോണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഒന്നും അത്ര പെട്ടെന്നൊന്നും ഒരുത്തിനും കീഴ്പ്പെടുത്തില്ല. അതാണ് എനിക്ക് സഭാമക്കളോടും ദൈവവിശ്വാസികളോടും ഒക്കെ പറയാനുള്ളത്. പിന്നെ ഈ സഭാവിശ്വാസികൾ അന്ന് പേരിൽ നാമത്തിൽ ക്രിസ്ത്യാനി ആയിരിക്കുന്നവരെല്ലാവരും അപ്പൊ അവര് പെട്ടുപോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് കുറെ ആൾക്കാർ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. നിരീശ്വര പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നവൻ ഏത് ദൈവവിശ്വാസം? അവൻ അതിനകത്തുള്ളവനാണെങ്കിൽ അവൻ അതിനകത്ത് പോയി ഇതിൽ കയറുമ്പോൾ ഒരു ക്രിസ്ത്യൻ നാമധാരി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ നമ്മളെക്കാൾ നന്നായിട്ട് ജീവിക്കുന്ന മുസ്ലിംസും ഉണ്ട്, നമ്മളെക്കാൾ നന്നായിട്ട് ജീവിക്കുന്ന ഹൃദയം കൊണ്ട് വിശാല ഹൃദയരായിട്ടുള്ള നല്ല ഹൈന്ദവരും ഉണ്ട്, ഒക്കെ ഉണ്ട് ഈ സമൂഹത്തിൽ. തിന്മ ഏതാണെന്ന് വിവേചിച്ചറിയാൻ ആ ലോജിക്കാണ് ഉപയോഗിക്കേണ്ടത്. വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത എല്ലാം ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അങ്ങനെയൊക്കെ ഉള്ളവരാണ്. അതിലൊന്നും ഒരു കഥയില്ല എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. ഒത്തിരിയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടെങ്കിലും ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ഫാദർ ടോം ഒലിക്കരോട്, പ്രത്യേകിച്ച് ശ്രീ ജെയിംസ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ ഇത്തരം ബ്ലാക്ക് മാജിക് അത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. നേരത്തെ ഈ അരുണാചൽ പ്രദേശിൽ നടന്ന ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഈ ആന്റി ജീസസ് ഗ്രൂപ്പ് എന്ന രീതിയിൽ വലിയ രീതിയിൽ വാർത്താ മാധ്യമങ്ങളിൽ അത് ശ്രദ്ധ നേടിയിരുന്നു. അപ്പോൾ സഭയ്ക്ക് ഈ ഒരു കാര്യത്തിൽ വളരെ വലിയൊരു ഉത്തരവാദിത്തമില്ലേ? ഈ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഇത്തരം സാത്താൻ സേവകരുടെ സ്വാധീനം നമ്മുടെ യുവ തലമുറയിൽ വർദ്ധിച്ചു വരുമ്പോൾ സഭ പുലർത്തേണ്ട ഒരു ജാഗ്രത എന്തൊക്കെയാണ് ഫാദർ ടോം ഒലിക്കരോട്? ജോർജ്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഈ സാത്താന്റെ മതം, ആന്റൺ ലാവെ എന്ന് പറയുന്ന ആൾ അമേരിക്കയിലാണ് തുടങ്ങുന്നത് സാത്താന്റെ മതം. അത് 1966 ആന്റൺ ലാവെ എന്ന് പറയുന്ന ആള് സാത്താന്റെ മതം തുടങ്ങുന്നത്, അമേരിക്കയിൽ ആരംഭിക്കുന്നു. പിന്നീട് 1975 ഒരു സൈത്താനിക് ടെമ്പിൾ, മൈക്കിൾ അക്വീനോ എന്ന് പറയുന്ന ആളൊരു സൈത്താനിക് ടെമ്പിൾ എന്ന് പറഞ്ഞൊരു സംവിധാനം. അപ്പൊ നമ്മൾ ഈ ആന്റി ജീസസ് ആന്റി ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ സാത്താൻ ആരാധന പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വന്നതിന്റെ പിറകിൽ ക്രിസ്തുമതത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്നാൽ അത് ക്രിസ്തുമതത്തിൽ മാത്രമല്ല, നമ്മൾ ഹൈന്ദവ മതത്തിൽ നമ്മൾ പലതരത്തിലുള്ള ബ്ലാക്ക് മന്ത്രവാദത്തെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. സദ്മന്ത്രവാദവും ദുർമന്ത്രവാദവും ഉണ്ട്,
ഹൈന്ദവ മതത്തിലെ പൂജകളിലുണ്ട്. ദുർമന്ത്രവാദികൾ, ഇപ്പൊ ഉദാഹരണം ഈ പറയുന്ന ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ തന്നെ അങ്ങനെയുള്ള ഒരു ഒരു പൂജ നടത്തുന്നതിനെ കുറിച്ചുമൊക്കെയാണല്ലോ. ഇനി ഇസ്ലാമിലാണെങ്കിലും ഈ കൂടോത്രവും അങ്ങനെ ജപിച്ചോതലും ജിന്ന് ഒക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, ഇതെല്ലാ മതങ്ങളിലും ഈ ഒക്കൾട്ട് പവറുകൾ, ശക്തികളെ ആരാധിക്കുന്ന, പൂജിക്കുന്ന, ദൈവത്തിനൊപ്പം അന്ധകാരത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ എതിരാളിയായിട്ടുള്ള തിന്മയുടെ ശക്തിയെ പ്രസാദിപ്പിക്കുന്ന അത് നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ ഈ തിരുവോസ്തി അപഹരിക്കലിനെ കുറിച്ച് വളരെ കാലങ്ങളായി നമ്മൾ ജാഗ്രത പുലർത്തുന്ന ഒരു കാര്യമാണ്. ദേവാലയങ്ങളിലൊക്കെ വലിയ ജാഗ്രതകൾ അതിൽ കാണിക്കുന്നുണ്ട്. കൂടുതൽ ജാഗ്രതകൾ കാണിക്കേണ്ടതുണ്ട്. തിരുവോസ്തികൾ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പാണ് ഒരു 4 ചെറുപ്പക്കാര് നമ്മുടെ ഒരു മലയോര ഗ്രാമത്തിലെ പള്ളിയിൽ നിന്ന് കുർബാന കടത്തുന്നതിനിടയിൽ പിടിക്കപ്പെട്ടതൊക്കെ നമ്മൾ അറിയുന്നതാണ്. അപ്പൊ ഇതൊരു നിരന്തരമായ സംഭവം. അപ്പോൾ എന്തുകൊണ്ടാണ് തിരുവോസ്തി അല്ലെങ്കിൽ ക്രൈസ്തവ ആചാരങ്ങളെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാത്താൻ അവന്റെ യഥാർത്ഥ പ്രതിയോഗിയെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട 1-2 കാര്യങ്ങൾ, ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ഈ ഒരു കാര്യത്തിൽ ജാഗ്രതയാണ് വേണ്ടത്. അതായത് ഈ ജാഗ്രത എന്ന് പറഞ്ഞാൽ തിന്മയെ പ്രചരിപ്പിക്കാൻ ഒരു സംഘം ഗൂഢമായി ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഏറ്റവും ആദ്യം നമ്മുടെ സിനിമകൾ തന്നെയാണ്. മലയാളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇറങ്ങിയ ഈ ഒക്കൾട്ട് പവേഴ്സിനെ പ്രൊജക്ട് ചെയ്യുന്ന സിനിമകൾ എടുത്തു നോക്കി. അതൊക്കെ വൻ വിജയം, വ്യാവസായിക ബ്ലോക്ക് ബസ്റ്റർ സിനിമകളൊക്കെ ആയി മാറിയിട്ടുള്ളതാണ്. ഇതൊന്നും വെറുതെ ഒരു രസത്തിന് ഇറക്കുന്നതല്ല. അതിന്റെ പിറകിൽ ഒരു പ്രചരണം എന്ന് പറയുന്ന ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് അരിയാഹാരം കഴിച്ചാൽ അത്യാവശ്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഗൂഢസംഘങ്ങൾ അവരുടേതായ ബ്രാൻഡുകൾ, ഇനി അവർ അവതരിപ്പിക്കുന്ന നമ്മുടെ ഈ കാതിൽ തലകീഴായ കുരിശിട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ കാണും. ഈ തലയോട്ടിയും വികൃതമായ ചിഹ്നങ്ങളും വെച്ചിട്ടുള്ള ഷർട്ടുകളും വസ്ത്രങ്ങളും, അതായത് ഇത് വിപണി ഏതൊക്കെ രീതിയിൽ വിപണിയെ സ്വാധീനിക്കാമോ ആ രീതിയിലെല്ലാം അവർ ഇത് സ്വാധീനിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിലെ ഒരു രസകരമായ കാര്യം, മനുഷ്യൻ സംഖ്യകളിലൂടെ അറിയപ്പെടുന്ന ഒരു കാലത്തെക്കുറിച്ച് വെളിപാട് ഗ്രന്ഥം പറഞ്ഞു. ഇന്ന് നമ്മളെല്ലാം അക്കത്തിലല്ലേ അറിയപ്പെടുന്നു. നമ്മുടെ ആധാർ നമ്പർ എത്രയാണ്, നമ്മുടെ ഇലക്ഷൻ ഐഡിയിലെ നമ്പർ ഏതാണ്, നമ്മളെയൊക്കെ അക്കങ്ങളിൽ അടയാളപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് തിന്മയുടെ ഒരു ആധിപത്യത്തിന്റെ കാലഘട്ടമാണെന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ തിരിച്ചറിയണം. തിന്മ അതിന്റെ എല്ലാ വഞ്ചനാത്മകമായ ശൈലികളും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ റോമിൽ പഠിക്കുന്ന കാലത്ത് റോമിലെ ഫ്രീമേസൺ ക്ലബ്ബ് സാത്താൻ ആരാധന നടക്കുന്ന സ്ഥലമാണ്. അത് നടക്കുന്നതിന്റെ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന പരിസരത്ത് വന്ന വാഹനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓഡിയും ബെൻസും അതിൽ മേലോട്ടുള്ള വാഹനങ്ങളെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കുന്നതൊക്കെയും ഹൈ പ്രൊഫഷണൽ, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവർ, സ്വാധീനമുള്ള ആളുകളാണ്. പിന്നെങ്ങനാണ് ഇതിനെതിരെ, ഈ ഗൂഢസംഘങ്ങൾക്കെതിരെ നടക്കുന്ന അന്വേഷണങ്ങൾ എവിടെയെങ്കിലും ചെന്ന് എത്താൻ പറ്റുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഒരന്വേഷണവും നമ്മളിത് പറയുമ്പോഴും ഈ കണ്ട തിരുവനന്തപുരത്തെ 3 വ്യക്തികളുടെ ദുരൂഹ മരണത്തിലും ഇതിലപ്പുറത്തേക്കൊന്നും പോകില്ല എന്നുള്ളത് ഈ സംഘങ്ങളുടെ ഗൂഢസ്വാധീനം അറിയാമെങ്കിൽ നമുക്ക് ഊഹിക്കാൻ കഴിയും. ഇതിലപ്പുറത്തേക്കൊന്നും പോകില്ല. അതുകൊണ്ട് സമൂഹം എന്ന നിലയിൽ ഒരു കടുത്ത ജാഗ്രത നമ്മൾ കാണിക്കണം. ബൈബിളിൽ ഒരു വചനമുണ്ട്, അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണെന്ന്. അതിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ പിശാചിന്റെ പണിപ്പുരകളായിട്ട് മനസ്സ് മാറുന്ന എപ്പോഴാണെന്നറിയാം? ഏറ്റവും അധികം ഇന്റർനെറ്റിന്, വെബിന് അഡിക്ഷൻ ആയിരിക്കുന്ന, സമൂഹവുമായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യരിലാണ് ഇതെല്ലാം നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത മനുവും ദേവിയും ആര്യയും അടക്കമുള്ളവരെ കുറിച്ച് അവരുടെ ബന്ധുക്കൾ പറയുന്നു, ഇവർക്ക് പുറം ലോകത്തോട് ബന്ധമില്ല. ആസ്ട്രോ പ്രൊജക്ഷൻ നടത്തിയ കുപ്രസിദ്ധനായ കേഡൽ ജിൻസൺ രാജിനെ കുറിച്ച് പറയുന്നത് സ്വന്തം വീടിനപ്പുറത്ത് ആരുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ, കുട്ടികളെ നമ്മൾ കരുതലോടെ നോക്കേണ്ട ആദ്യത്തെ കാര്യം അവരെ സാമൂഹ്യ സ്വഭാവമുള്ളവരായിട്ട് വളർത്തണമെന്നുള്ളതാണ്. ഇന്ന് ഈ എല്ലാ ഗൂഢസംഘങ്ങളുടെയും പ്രവർത്തനവേദി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ, ഇന്റർനെറ്റ് ആണെങ്കിൽ, അതിലൂടെ വലതിരിക്കുകയാണെങ്കിൽ സമൂഹത്തോട് സമ്പർക്കമുള്ള, മനുഷ്യരോട് ഇടപെടുന്ന വ്യക്തികളായിട്ട് വളരാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അപകടങ്ങളെ കുറിച്ച് അത് വാഗ്ദാനം ചെയ്യുന്ന ഒരു സുഖവും നിത്യമായിട്ട് തരാൻ പറ്റുന്നില്ല. അതിലകപ്പെട്ട വ്യക്തികളൊക്കെയും പറയുന്നത് അവരൊക്കെ ഭീകരമായ ദുരന്തങ്ങളിലാണ് അവരുടെ ജീവിതം ചെന്ന് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സാത്താൻ ഒരിടത്തും വളർച്ചയല്ല, തകർച്ചയിലേക്കാണ് അവൻ കൊണ്ടുപോകുന്നത്. അത് മാനസികമായിട്ടും ആത്മീയമായിട്ടും
ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നുള്ളത് അത് ബോധവൽക്കരണമാണ് രണ്ടാമത്തെ കാര്യം. യെസ് യെസ് ഈ ജാഗ്രതയിൽ നമ്മൾ ഷെക്കീന ടിവിയിൽ തന്നെ നമ്മൾ ഓജോ ബോർഡിനെ കുറിച്ച് കുറച്ചു കാലം മുമ്പ് ഒരു കാര്യം ചെയ്തു. ഓജോ ബോർഡിനെയൊക്കെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഈ സിനിമകൾ ഇതിന്റെ ഒരു പബ്ലിസിറ്റിയാണ്. കാരണം നമ്മളെ ഈ കാലത്ത് ഏറ്റവും അധികം ചെറുപ്പക്കാരെ കുട്ടികളെയൊക്കെ സ്വാധീനിക്കുന്ന മൂവികളാണ്, ഫിലിമാണ്. അപ്പോൾ ഈ സിനിമകൾ ഓജോ ബോർഡിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളുണ്ട്. ഓജോ ബോർഡ് കളിച്ച് ബാംഗ്ലൂരിലെ ഒരു കേസ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കോളേജിൽ 20-ലേറെ വിദ്യാർത്ഥികളെ ഓജോ ബോർഡിന്റെ വലയത്തിൽ നിന്ന് വിമുക്ത വലിയ കൗൺസിലിംഗ് വരെ നടത്തേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനിയും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ മലയാളികൾ ഏറെ താമസിക്കുന്ന സ്ഥലമാണ് ബാംഗ്ലൂരിലെ കോക്സ് ടൗൺ എന്ന് പറയുന്ന സ്ഥലം. അവിടെ 10-ലധികം കുട്ടികൾ മാസങ്ങൾക്കുള്ളിൽ ആത്മഹത്യ ചെയ്ത, ജീവനൊടുക്കിയ സംഭവത്തെ കുറിച്ച് പഠിച്ച മനോരമ ന്യൂസിൽ ഒരു വാർത്ത വന്നത് അന്ന് ഇതിന്റെ പിറകിൽ ഓജോ ബോർഡിന്റെ സ്വാധീനമുണ്ട്. എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ആരാധിക്കുന്നവരിൽ നെഗറ്റീവായ ചിന്താശക്തിയാണ്. അതായത് നമുക്ക് പരിഷ്കൃത മനുഷ്യന്, സ്വാഭാവികമായി ചിന്തിക്കുന്ന മനുഷ്യന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് ഈ സാത്താൻ ആരാധന എന്ന് പറഞ്ഞാൽ. അതിൽ പോകുന്ന വ്യക്തികൾ മനോരോഗികളായി തിരിച്ചു വരികയാണ്. സുഖത്തിന് വേണ്ടി, അത് ശരീരത്തിന്റെ സുഖത്തിനോ പണത്തിനോ വേണ്ടി ഏത് മ്ലേച്ഛതയും വൈകൃതവും ചെയ്യാൻ മടിയില്ലാത്തവരായിട്ടൊരു തലമുറയെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ പെട്ടുപോയാൽ ആ മാനസിക വൈകൃതത്തിൽ നിന്ന് പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജാഗ്രതയും ബോധവൽക്കരണവും ഈ കാലത്തിന്റെ അടയാളങ്ങളെ, നമുക്ക് ചുറ്റും പെരുകുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവും ഈ ഒരു കാലത്ത് വളരെ അനുപേക്ഷണീയമാണ്. ബോധവൽക്കരണമാണ് ഏറ്റവും അധികമായി കാലത്ത് പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. നമ്മുടെ സൺഡേ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയും അതിൽ ഉണ്ടാകുന്ന തകർച്ചയെക്കുറിച്ച്, ഭീകരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ദൈവത്തിന് ഒരിക്കലും ബദലായി നിൽക്കാൻ സാത്താൻ ആർക്കും ഒന്നും വാഗ്ദാനം ചെയ്യാൻ കഴിയത്തില്ല. സാത്താൻ മനുഷ്യനെ എപ്പോഴും ആദ്യത്തെ വേദപുസ്തകം അവതരിപ്പിക്കുന്നത് പോലെ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് നിത്യമായ ദുഃഖത്തിലേക്ക് മനുഷ്യനെ, മരണത്തിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ ഈ ഒരു വഞ്ചനാത്മകതയാണ് പൈശാചികതയുടെ, അതിനെ പിൻചെല്ലുന്ന സകലതിന്റെയും പിറകിലുള്ളെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജോർജ് വളരെ വ്യക്തമാണ്. സമയപരിമിതി മൂലം ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള ആശയങ്ങളാണ് ഈ ചർച്ച മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് താൽക്കാലിക സുഖം തേടി, നേട്ടം തേടി ഇത്തരം കറുത്ത ശക്തികളുടെ പിന്നാലെ പായുന്ന യുവജനങ്ങൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കുക: ഇത്തരം ശക്തികൾ നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കും, നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കും, നിങ്ങളുടെ ഉള്ളിലുള്ള നന്മയെ നശിപ്പിക്കുക തന്നെ ചെയ്യും. തിരിച്ചുവരവ് ഒരു അസാധ്യം തന്നെയാണ് അത്തരം തിന്മകളുടെ ഒരു പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ. തീർച്ചയായും അച്ഛൻ സൂചിപ്പിച്ചതുപോലെ, ശ്രീ ജെയിംസ് സൂചിപ്പിച്ചതുപോലെ ജാഗ്രതയും ബോധവൽക്കരണവും ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ടോം മൂലിക്കരോട്, ഒപ്പം തന്നെ ശ്രീ ജെയിംസ് ജോസ്, രണ്ടുപേർക്കും നന്ദി.